ഹലോ, നിങ്ങളുടെ കൂട്ടുകാരുടെ തകർച്ചയിൽ സന്തോഷം കണ്ടെത്താറുണ്ടോ നിങ്ങൾ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ പറയാം. ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കൂ. രണ്ടുപേരും കൂടെ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. എന്തുമാവട്ടെ, ബിസിനസ്സാവും സർവീസ് ആവും എന്തും. നന്നായിട്ട് പണിയെടുത്തു, നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് നന്നായിട്ട് വർക്കൗട്ടായി. അത് നന്നായിട്ട് മുന്നോട്ട് സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തോട്ട് വന്നു, കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കണം. ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് മാറി നിൽക്കണം. അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങളത് അവതരിപ്പിച്ചു. അതായത് നീ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ബിസിനസ്സിനോ ആ സംരംഭത്തിനോ നല്ല പെർഫോമൻസ് കിട്ടുന്നില്ല. അതായത് ആ കുറച്ച് കാലത്തേക്ക് ആ കൂട്ടുകാരൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പെർഫോമൻസ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ മാറുന്നത് കൊണ്ട് അവിടെ പെർഫോമൻസ് കുറഞ്ഞു എന്ന് നിങ്ങൾക്കൊരു തോട്ട് വരും. അങ്ങനെ തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് ഈ തോട്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് സൈക്കോളജിയിൽ. ഒന്നാമത്തത് സോഷ്യൽ കമ്പാരിസൺ. നമ്മുടെ ബ്രെയിനിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ആ കാൽക്കുലേറ്റർ എപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഞാൻ ഒരാളെ പരിചയപ്പെട്ട് നിങ്ങൾ പുതിയതായിട്ട്, അവൻ എന്തൊക്കെയുണ്ട്, അവൻ എന്നെക്കാട്ട് എന്തൊക്കെയുണ്ട്, അവൻ എന്നെക്കാട്ട് കുറവുണ്ട്, എന്തൊക്കെയാണ് അവൻ്റെ തെറ്റ്, എപ്പോഴും നമ്മുടെ ബ്രെയിന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേ കാൽക്കുലേഷൻ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ മാറിയത് കൊണ്ട് അവിടെ ആ പെർഫോമൻസ് കുറഞ്ഞു, ആ ഒരു ബിസിനസ്സിൽ ചെറുതായിട്ട് ഇൻകം കുറച്ച് കുറഞ്ഞു. അപ്പം നിങ്ങളെന്താ ചിന്തിക്കുക, ഞാനില്ലാത്തത് കൊണ്ട് അവിടെ പെർഫോമൻസ് കുറഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ കാൽക്കുലേറ്റർ അവിടെ വർക്കായി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഷാഡം ഫ്രോയിഡ് എന്ന് പറയും. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ബ്രെയിനിൽ മറ്റുള്ളവരുടെ ചെറിയ തകർച്ചയിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലോ നമ്മൾ അറിയാതെ സന്തോഷിക്കും. അത് നോർമലായിട്ടൊരു കാര്യമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സംരംഭത്തിൽ പെർഫോമൻസ് കുറഞ്ഞ സമയത്ത് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത്, ഞാനെടുത്ത തീരുമാനം ശരിയാണ്, ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു, ഇപ്പോൾ അത് മികച്ചതായിട്ട് പോകുന്നില്ല. അതിനർത്ഥം ആ സംരംഭം കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സന്തോഷം തോന്നും. അത് സന്തോഷം തോന്നുന്നതെന്ന് ഉദ്ദേശം നിങ്ങൾ ചിരിച്ച് കൈവിട്ട് ചിരിക്കുക, ആഹ്ലാദിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ബ്രെയിനിൽ ചെറുതായിട്ടൊരു ഫീലിംഗ് വരും. ഇതെങ്ങനെ മറികടക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൽ സത്യം പറഞ്ഞാൽ വാല്യുവേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കൊരു ഇങ്ങനത്തെ സന്തോഷം വരുന്നത്. അതായത് നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് ആ സംരംഭം പച്ച പിടിച്ചതെന്നും നമ്മളവിടെ നിന്ന് മാറിയ സമയത്ത് അത് താഴ്ന്നുപോയി എന്നും നമ്മൾ വാല്യൂ ചെയ്യണം നമ്മളെ തന്നെ. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങളുടെ വാല്യുവേഷൻ ഓൾറെഡി ആ സംരംഭത്തിൽ നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾക്കറിയാം, രണ്ടുപേർക്കും അറിയാം എത്രത്തോളം നിങ്ങൾ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ വാല്യുവേഷൻ അവിടെ കഴിഞ്ഞു. പിന്നീട് മാറി നിന്നിട്ട് ഒരാളുടെ തകർച്ചയിലല്ല നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിന് വരും. ഇതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ അതിന് പേരെടുത്ത് വിളിക്കുക. ജസ്റ്റ് ഒരു മിസ്റ്റർ എക്സ് എന്ന് വിളിക്കുക. അതായത് സന്തോഷം വരുമ്പോൾ മിസ്റ്റർ എക്സ് വന്നു, മിസ്റ്റർ എക്സ് പുറത്തു പോക്കും മീൻസ് അങ്ങനെ വരുന്ന സന്തോഷം എന്നുള്ള വികാരത്തെ പേര് ചൊല്ലി വിളിച്ച് അത് നമുക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. അങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഡയറക്റ്റായിട്ട് നിൽക്കുന്ന സന്തോഷമല്ല, ഇൻഡയറക്റ്റ്ലി നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ